ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ വിവിധ പഠന വിഭാഗങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 400ഓളം പേരാണ് ഒരു പകൽ മുഴുവൻ വരട്ടാറിന്റെ നീരൊഴുക്ക് വീണ്ടെടുക്കുവാൻ കൈമേയ് മറന്ന് രംഗത്തിറങ്ങിയത്. കോളേജ് ഭൂമിത്ര സേന ക്ലബ്ബ്, ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബ്, നേച്ചർ ക്ലബ്ബ്, NSS എന്നിവയുടെ സഹകരണത്തോടെ പണിയായുധങ്ങളുമായി ഇറങ്ങിയ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇടയ്ക്കെത്തിയ മഴയും തടസ്സമായില്ല. പുഴയും മഴയും മണ്ണുമറിഞ്ഞ് പഴയ തലമുറ നഷ്ടമാക്കിയ വരട്ടാറിന്റെ വീണ്ടെടുക്കലിനായി കൈകോർക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട സംഘത്തിന്റെ ലക്ഷ്യം. ഒഴുക്കിന് തടസ്സമായ ചെറുകാടുകൾ, കുറുകെ വീണ മരക്കൊമ്പുകൾ എന്നിവയെല്ലാം കോളേജ് സംഘം നീക്കി. ഇതോടെ ചേലൂർക്കടവിന് 1/2 കിലോമീറ്റർ താഴെ വരെ പുഴ നടത്തത്തിനുള്ള വഴി തെളിഞ്ഞിരിക്കുകയാണ്. ഇനിയും 1.5 കിലോമീറ്റർ കാട് തെളിഞ്ഞാൽ പൂർണ്ണമായും ആദിപമ്പ ദർശിക്കാം. പുനർനവ എന്നുള്ള കൺസെപ്റ്റാണ് ഈ നദിയുടെ പുനരുജ്ജീവനത്തിനായിട്ട് ഞങ്ങൾ നൽകിയിരിക്കുന്ന പ്രോജക്റ്റ്. കുട്ടികളെല്ലാം വളരെ ആക്റ്റീവായിട്ട് തന്നെ അവർക്കെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ ക്ലാസ്സിൻ്റെ 4 ചുമരിൽ നിന്നും അതോടൊപ്പം തന്നെ പുസ്തകത്തിൻ്റെ ആ ഒരു ഫ്രെയിംവർക്കിൽ നിന്നും ഒക്കെ പുറത്തിറങ്ങി കാര്യങ്ങളെ മനസ്സിലാക്കാനും, ഇന്ന് അവർ മഴ നനഞ്ഞു, മണ്ണിൽ ചെളിയിൽ ചവിട്ടി നടന്നു, പ്രകൃതിയെ കൂടുതൽ അടുത്തറിഞ്ഞു. ഇതെല്ലാം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത അനുഭവമാണ് അവർക്ക് തീർച്ചയായിട്ടും സമ്മാനിച്ചിട്ടുണ്ടാകുക എന്നുള്ളതാണ് ഞങ്ങൾ അധ്യാപകരും എല്ലാവരും തന്നെ വിശ്വസിക്കുന്നത്. കോളേജ് പ്രിൻസിപ്പൽ അച്ചാമ അലക്സിന്റെ നിർദ്ദേശപ്രകാരം ട്രഷറർ TT തോമസ്, അധ്യാപകരായ ഡോക്ടർ സുജേഷ് ബേബി, പ്രൊഫസർ അനീഷ്, പ്രൊഫസർ സൂസൻ അബ്രഹാം, ഡോക്ടർ പ്രീത കാർണവർ, അഭിലാഷ് എന്നിവരായിരുന്നു ഈ ഉദ്യമത്തിന് നേതൃത്വം നൽകിയത്. വരട്ടയാർ പുനരുജ്ജീവന പദ്ധതിയുടെ പ്രവർത്തകരായ ഹരീഷ് കുമാർ, രാജീവ് പള്ളത്ത് എന്നിവരും സംഘത്തിനൊപ്പം മാർഗനിർദ്ദേശങ്ങളുമായി ഒത്തുചേർന്നു. ഓരോ ദിവസവും വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ഇത്തരത്തിൽ വരട്ടാർ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾക്കായി എത്തുന്നത് പദ്ധതിക്ക് ഏറെ കരുത്തു പകരുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവല്ല.